ജൂൺ എന്ന ഒരൊറ്റ സിനിമയിലൂടെ തന്നെ മലയാളികൾ വളരെയധികം ശ്രദ്ധിച്ച ഒരു ടീച്ചർ കഥാപാത്രം ചെയ്ത വ്യക്തിയാണ് നടി ശ്രുതി. എന്നാൽ അധികം സിനിമകളിലൊന്നും പിന്നീട് അങ്ങോട്ട് കണ്ടില്ല. എന്തു പറ്റിയെന്ന് പ്രേക്ഷകർ ചോദിക്കുമ്പോഴെല്ലാം മറുപടിയായി ശ്രുതി പറയുന്നത് ശ്രുതിക്ക് നേരിടേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചാണ്. 3 മാസത്തോളം കണ്ണിൽ കാഴ്ചയില്ലാതെ ജീവിക്കേണ്ടി വന്നു. എന്നാൽ പിന്നീട് ആരുടെയൊക്കെ പ്രാർത്ഥനകളും മെഡിക്കൽ റെസ്പോൺസും കാരണം തന്നെ തനിക്ക് കാഴ്ച തിരിച്ചു കിട്ടി എന്നാണ് നടി വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നടി ശ്രുതിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്നത്. നടിക്ക് കണ്ണ് കാണാൻ സാധിക്കില്ലായിരുന്നു. കണ്ണിന്റെ കാഴ്ച ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ആദ്യം ചെറിയ മങ്ങലായിരുന്നു, എന്നാൽ പിന്നീട് അത് വളരെയധികം ഇമോഷണലായി മാറുകയായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും നടിക്ക് തീർച്ചയില്ല. തൃശൂർ അഹല്യ ആശുപത്രിയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച ബ്ലറായി. അങ്ങനെ ബ്ലറായി 2 ആഴ്ച പൂർണ്ണമായും ഇല്ലാതാവുകയായിരുന്നു. അങ്ങനെയാണ് ചികിത്സയിലേക്ക് എത്തിയത്. 3 മാസത്തോളം അതിന്റെ ചികിത്സ മുന്നോട്ട് പോയി. പല ഡോക്ടർമാരും വന്ന് ചികിത്സിച്ചു. നിർഭാഗ്യവശാൽ എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ അവർക്കാർക്കും സാധിച്ചില്ല. എന്റെ ഒരു വിൽ പവർ എന്നതുകൊണ്ട് മാത്രമാണ് പിന്നീട് ഈ കാഴ്ച തിരിച്ചെടുത്തത്. പണ്ടെവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, വി ക്യാൻ ഹീൽ അവർ ലൈഫ്, വി ക്യാൻ ഹീൽ അവർ ഇൻലെസ് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ ഉറപ്പിച്ച് ഡാൻസ് പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്തു. പതിയെ എനിക്ക് ആ അവസ്ഥയിൽ മറികടക്കാൻ സാധിച്ചു. ജീവിതത്തിൽ എനിക്കൊരു പാഠമാണത്. അങ്ങനെ ഒരു പവർ ഉണ്ട് എനിക്ക്. മറ്റുള്ളവരോട് പറയാൻ സാധിക്കും എനിക്കത്. എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റുമെന്ന് ശ്രുതി പറയുന്നുണ്ട്. അത് എൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. എൻ്റെ ആത്മവിശ്വാസത്തിൽ ഞാൻ നേടിയെടുത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കും സാധിക്കുമെന്ന്. അല്ലാതെ ഞാൻ നിങ്ങളെ ആരെയും തളർത്താൻ ഉദ്ദേശിക്കുന്നതല്ല, മറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രോത്സാഹനം ഉണ്ടാവാൻ തന്നെ ചെയ്യുന്നതാണ്. അതാണ് പ്രേക്ഷകരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ശ്രുതിയുടെ ഈ വാർത്ത അറിഞ്ഞപ്പോഴും പറയുന്നത്. ശ്രുതി ഇതിനൊക്കെ അതിജീവിച്ചുവെങ്കിൽ എല്ലാവർക്കും അത് അതിജീവിക്കാൻ പറ്റും. അങ്ങനെ അതിജീവിക്കട്ടെ എല്ലാവരും എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രുതിയുടെ ഈ വാർത്ത തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആരാധകർക്കൊക്കെ തന്നെ അത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ശ്രുതിയുടെ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ശ്രുതിയുടെ ഈ ഒരു കഥ എല്ലാവർക്കും പ്രചോദനമാണ് എന്നാണ് പറയുന്നത്. അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് എന്ന് പറയുന്നു. ശ്രുതിയുടെ ഓർമ്മകളിലൂടെ എത്തുമ്പോഴേക്കും പ്രേക്ഷകർക്കും അതൊരു നല്ല സമയമായി മാറുന്നു എന്ന് പറയാം. ശ്രുതി ജെയിൻ ബേസിക്കലി ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട്. നൃത്തത്തിലൂടെയാണ് കരിയർ ആരംഭിച്ചതും. ഇപ്പോൾ രാജശ്യാമ എന്ന പുതിയ നൃത്ത വിദ്യാലയം ആരംഭിച്ചിരിക്കുകയാണ് താരം. ഇന്നലെയായിരുന്നു പുതിയ തുടക്കത്തിൻ്റെ ഉദ്ഘാടനവും. ഇവിടെ വരെയുള്ള തൻ്റെ യാത്രയിൽ തന്നെ സഹായിച്ചവർക്ക് നന്ദി പറയവെയായിരുന്നു ശ്രുതി ഇമോഷണലായി തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.